ഹായ് ഗായ്സ്, ഗലിപ്രോ എന്ന് വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 11 മത്സരാർത്ഥികളാണ് ഇത്തവണ 8th വീക്ക് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്ന് വോട്ട് ചെയ്തെന്നും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്ന് രാവിലെ 7 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷിൻ്റെ പൊസിഷന് യാതൊരു മാറ്റവുമില്ല. പാറ പോലെ 1ാം പൊസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അനീഷ്. തനിക്കൊരു എതിരാളി ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം. ഇപ്പോൾ 26,809 വോട്ടോട് കൂടി 1ാം പൊസിഷനിലാണുള്ളത്. 2ാം പൊസിഷനിൽ ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസിന് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. അനീഷിൻ്റെ അടുത്തെത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടെ 19,766 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ആദില തന്നെ തുടരുകയാണ്. ആദിലയ്ക്ക് വമ്പിച്ചൊരു മുന്നേറ്റം നടത്താൻ തുടക്കത്തിൽ സാധിച്ചിരുന്നു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൂറയുടെ ഒരു സപ്പോർട്ടും കൂടി ആയപ്പോൾ 15,078 വോട്ടോട് കൂടി 3ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 4ാം പൊസിഷനിൽ വേദലക്ഷ്മി തന്നെയാണ് തുടരുന്നത്. വേദലക്ഷ്മിക്ക് ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിലത്തെ പ്രകടനത്തെ ആസ്പദമാക്കിയാണ് വോട്ടിംഗ് ഇടിവ് സംഭവിക്കുന്നത്. ഇപ്പോൾ 14,978 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ ജിസേൽ തന്നെയാണ് തുടരുന്നത്. ജിസേൽ നേരത്തെ 6ാം പൊസിഷനിൽ നിന്ന് മുന്നോട്ട് കയറി വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 13,034 വോട്ടോട് കൂടി 5ാം പൊസിഷനിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 6ാം പൊസിഷനിൽ അക്ബർ കയറി വന്നിരിക്കുകയാണ്. നേരത്തെ 7ാം പൊസിഷനിലുണ്ടായിരുന്ന അക്ബറാണ് ഇപ്പോൾ 6ാം പൊസിഷനിൽ ജിഷിനെ അട്ടിമറിച്ചുകൊണ്ട് 12,978 വോട്ടോട് കൂടി 6ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. 7ാം പൊസിഷനിലേക്ക് ജിഷിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ ജിഷിന് വളരെ പ്രധാനമാണ്. 12,701 വോട്ടോട് കൂടി 7ാം പൊസിഷനാണുള്ളത്. 8ാം പൊസിഷനിൽ ആര്യനാണ് തുടരുന്നത്. ആര്യൻ ഇപ്പോൾ വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. നേരത്തെ ഒരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിരുന്നു. എന്നാൽ ഇന്ന് വോട്ടിങ്ങിൽ നല്ലൊരു മുന്നേറ്റമുണ്ട്. 12,450 വോട്ടോട് കൂടി 8ാം പൊസിഷനാണുള്ളത്. 9ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണുള്ളത്. ബിന്നി സെബാസ്റ്റ്യനും നല്ലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആര്യനുമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 12,400 വോട്ടോട് കൂടി 9ാം പൊസിഷനിൽ നിന്ന് ഡേഞ്ചർ സോണിൽ തന്നെയാണ്. 10ാം പൊസിഷനിൽ സാബുമോൻ തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിൽ തുടക്കം മുതൽ യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ് സാബുമോൻ ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയാണ്. 12,300 വോട്ടോട് കൂടി 10ാം പൊസിഷനിൽ നിന്ന് ഡേഞ്ചർ സോണിലാണ് ഉള്ളത്. 11ാം പൊസിഷനിൽ അഭിലാഷ് തന്നെയാണ് തുടരുന്നത്. അഭിലാഷിൻ്റെ പൊസിഷനും യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. വോട്ടിങ്ങിന് തുടക്കം മുതൽ ഇതുവരേക്കും ലാസ്റ്റ് പൊസിഷനിൽ തന്നെയാണ്. ഡേഞ്ചർ സോണിലാണ്. 11,995 വോട്ട് നേടി 11ാം പൊസിഷനിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്.